ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ കിച്ചണിൽ നമ്മൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത്, അതായത് എക്സ്ട്രാ ഉദ്ദേശിക്കുന്നത് ഗ്രാനൈറ്റിൻ്റെ അകത്ത് പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ സിങ്കുമ്മ തന്നെ പിടിപ്പിക്കുന്ന ടാപ്പുകൾ വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പ്ലംബിങ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ചിമ്മിണി കാര്യങ്ങളൊക്കെ എങ്ങനെ കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് അന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഏരിയയിലാണ് നമ്മൾ ചിമ്മിണി അല്ലെങ്കിൽ ഹോബ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുകളിലായിട്ട് ലിൻഡിലിന് തൊട്ട് താഴെയായിട്ട് ഒരു 2 മോഡ്യൂളിൻ്റെ ഒരു ബോക്സ് കൊടുത്തു. അതുപോലെ തന്നെ ഏറ്റവും താഴെ ഒരു 20 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ, ഫിനിഷിംഗ് ലെവലിൽ 20 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഒരു ബോക്സ് കൂടി കൊടുത്തു. അവിടെയാണ് നമ്മൾ ചിമ്മിണി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇത് 2 ലെവലിൽ അടിച്ചിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തേപ്പ് തന്നെ 2 ലെവലിൽ, അതായത് ആ തേപ്പ് ക്ലിയർ ചെയ്ത് താഴേക്ക് ഇട്ടിരിക്കുന്ന ലെവലിലാണ് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ സ്ലാബ് വരാൻ ഉദ്ദേശിക്കുന്നത്. സ്ലാബ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ ഉദ്ദേശിച്ചത് റെഡിമെയ്ഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടോ മരമോ അതുപോലെ മൾട്ടിവുഡ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ട്. അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ സ്ലാബ് അല്ലെങ്കിൽ കബോർഡ് വർക്ക് വന്ന് അവസാനിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ഈ പറയുന്ന 2 ടാപ്പിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ 2 ടാപ്പിൻ്റെ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ചൂടുവെള്ളം പച്ചവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ ഡയറക്റ്റ് വാട്ടറും അതുപോലെ തന്നെ ടാങ്കിൽ നിന്നുള്ള വെള്ളത്തിന് വേണ്ടിയിട്ടാണ് 2 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത് കൺസീൽ ചെയ്തിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. കൺസീൽ ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു. കാരണം കൺസീൽ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ അത് ഓപ്പൺ ആയിട്ടിരിക്കും, അത് വൃത്തികേടായിരിക്കും. കാരണം കബോർഡിൻ്റെ ഡ്രോ കാര്യങ്ങൾ അടയ്ക്കാൻ സമയത്ത് അതിൻ്റെ ബാക്കിൽ വന്ന് ഇടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കൺസീൽ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കൺസീൽ ചെയ്ത് ഇതെല്ലാം പ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു പൈപ്പ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ജസ്റ്റ് അതിൻ്റെ ഔട്ട്ലെറ്റ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഡ്രില്ല് ചെയ്ത് ചെയ്യാതിരിക്കാനും കറക്റ്റായിട്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാനൈറ്റിൻ്റെ മുകളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ടാപ്പ് അങ്ങനത്തെ ലെവലിൽ കൊടുത്തിരിക്കുന്നത്. അത് ഗ്രാനൈറ്റ് വെച്ചു, സ്ലാബ് വെച്ചു, ഗ്രാനൈറ്റ് വെച്ചു, അല്ലെങ്കിൽ മൾട്ടിവുഡ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഗ്രാനൈറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ സിങ്ക് വെച്ചു. സിങ്കിൽ തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, മിക്സഡ് ടാപ്പാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കാതെ ഡിഷ് വാഷറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡിഷ് വാഷറിന് അതിൻ്റെ ആ ലെവലിൽ വന്നു അതിൻ്റെ ഒരു പവർ പ്ലഗിന് വേണ്ടിയിട്ട് ഒരു 3 മോഡ്യൂളിൻ്റെ ബോക്സ് നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നു. ഡിഷ് വാഷർ വരുന്നത്, അതിൻ്റെ വേസ്റ്റ് ലൈൻ കാര്യങ്ങൾ വരുന്നുണ്ട്, അതിൻ്റെ വാട്ടർ ലൈൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്നത് എല്ലാം തന്നെ കൺസീൽ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. കൺസീൽ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളിതെല്ലാം പ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതായത് കബോർഡ് വർക്ക് കാര്യങ്ങൾ വരുമ്പോൾ അത് ഉറപ്പിക്കുമ്പോൾ ഡ്രില്ല് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഏറ്റവും താഴെ നമ്മുടെ ടൈലിൻ്റെ കട്ടിങ്ങിനോട് ചേർത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ ഏരിയയിലൂടെ കറക്റ്റായിട്ട് പൈപ്പ് ഉണ്ട് എന്ന് കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തേപ്പ് കഴിഞ്ഞ് ഇതൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മൾട്ടിവുഡിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഈ പറയുന്ന പൈപ്പുകളെല്ലാം തന്നെ ഡ്രില്ല് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റിൽ കൊണ്ടുപോകും നല്ലത്. അതല്ലെങ്കിൽ സാധാരണ കൂടുതലും, അതായത് നമ്മൾ ഈ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡ്രില്ല് ചെയ്ത് ഹോള് വരാനുള്ള ചാൻസസ് കൂടുതലായിട്ട് കംപ്ലൈൻറ്റ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ എളുപ്പമായിട്ട് നമുക്ക് വർക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ വീഡിയോസ് ഇടാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time